എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പിന്നെയും വരവായി പുത്തൻ പുതിയൊരു വിഷുക്കാലം. ഐശ്വര്യത്തിൻ്റെയും നിറവിൻ്റെയും പ്രതീകമാണ് മേട വിഷുപ്പുലരി. ഇത്തവണ ഉദയാതിഥി പ്രകാരം മേട സൂര്യ സംക്രമണം ഏപ്രിൽ 15 തീയതി 2026 ബുധനാഴ്ച ആയതിനാൽ കണി കാണുവാനും ഉത്തമമായ നേരം ഏപ്രിൽ 15 തീയതി ബുധനാഴ്ച പുലർച്ചെ ബ്രഹ്മമുഹൂർത്തമായ സമയം 4:30-6:00 നമ്മുടെ വരും തലമുറയ്ക്ക് നമ്മൾ വിഷുദിനത്തിൻ്റെ മൂല്യങ്ങളും വിഷുവിൻ്റെ ഐതിഹ്യങ്ങളും പറഞ്ഞു കൊടുത്തു വേണ്ടി നമ്മൾ വിഷുദിനം ആഘോഷിക്കുക. കാർഷിക ഉത്സവമായ വിഷു മലയാള പുതുവർഷ ആരംഭമാണ്. ഈ സമയത്ത് കൃഷിക്കാർ അടുത്ത വിളവിലേക്ക് ഭൂമി തയ്യാറാക്കുന്നു. വിഷു എന്ന പദത്തിൻ്റെ അർത്ഥം തുല്യം എന്നാകുന്നു. അതായത് വിഷുദിനത്തിൻ്റെ അന്ന് പകലും രാത്രിയും തുല്യ മണിക്കൂറുകളായി വിഭാജിക്കപ്പെടുന്നു. ത്രേതായുഗ കാലത്ത് ലങ്കയുടെ രാജാവായ രാവണൻ സൂര്യനോട് ലങ്കാപതിയുടെ ആഗ്രഹപ്രകാരം സൂര്യാസ്തമനം ഉദയവും ആജ്ഞാപിക്കുന്നു. അങ്ങനെ പ്രകൃതിയുടെ കാലാവസ്ഥ മാറി ഭൂമിയിലെ പകലും രാത്രിയും അനിശ്ചിതയിലേക്ക് പോകുന്നു. രാവണവധത്തിനു ശേഷം സൂര്യദേവന്റെ സംക്രമണം സ്ഥിരമായി മാറി ഉദയമസ്തമം നിലകൊള്ളുന്നു. ആ ദിവസമാണ് വിഷുവായി കണക്കാക്കപ്പെട്ട് വിഷുക്കണി ഒരുക്കി പുതുവർഷമായി ആഘോഷിക്കുന്നത്. മറ്റൊരു ഐതിഹ്യം നരകാസുരവധവുമായി ബന്ധപ്പെട്ടാണ്. ശ്രീകൃഷ്ണനും സത്യഭാമയും അസുരന്മാരോടൊപ്പം യുദ്ധം ചെയ്ത് നരകാസുരനെ നിഗ്രഹിക്കുന്ന ദിവസമാണ് വിഷു എന്ന് കണക്കാക്കപ്പെടുന്നു. അതാണ് വിഷുദിനത്തിലെ കൃഷ്ണ ഭഗവാനെ ഏറെ നമ്മൾ ആരാധിക്കുന്നത്. വിഷുദിനത്തിലെ ഏറ്റവും പ്രധാനമായ ചടങ്ങാണ് വിഷുക്കണി ഒരുക്കുക. വിഷു പുലർച്ചെ പ്രഥമ ദർശനെ കാണുന്ന വസ്തുക്കളാണ് ആ വർഷത്തിലെ ഫലം നൽകുക എന്നാണ് വിശ്വാസം. ഒരു കൂട്ടം മംഗള വസ്തുക്കളും ഒരുക്കി കണി കണ്ട് വിഷു കൈനീട്ടവും വാങ്ങി വിഷു സദ്യ കഴിച്ചാൽ വിഷുദിനം സമ്പൂർണ്ണം. കൊന്ന പൂക്കളോടൊത്ത് കൃഷ്ണനെ കണി കാണുന്നതാണ് വിഷുദിനത്തിലെ ഏറെ പ്രാധാന്യം. ത്രേതായുഗത്ത് സീതാദേവിയെ അന്വേഷിക്കുന്ന സമയം സുഗ്രീവന്റെ പക്ഷത്തിൽ നിന്നാണ് ശ്രീരാമൻ ബാലിയെ വധിക്കുന്നത്. ബാലിയുടെയും സുഗ്രീവന്റെയും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ ശ്രീരാമൻ ഒരു മരത്തിൻ്റെ പിന്നിൽ നിന്ന് ബാലിയെ അമ്പെയ്ത് വധിക്കുന്നു. പിന്നീട് ഈ മരത്തെ ബാലിയെ കൊന്നമരം അല്ലെങ്കിൽ കൊന്നമരം എന്ന് ആൾക്കാർ വിളിച്ചു തുടങ്ങി. ശേഷം കലികാലമായപ്പോൾ ഗുരുവായൂർക്ക് സമീപം തൻ്റെ ഭക്തിയിൽ സംപ്രീതനായ ഉണ്ണിക്കണ്ണൻ ഒരു ചെറിയ ബാലകന് തൻ്റെ അരഞ്ഞാണം സമ്മാനമായി നൽകുന്നു. പിറ്റേ ദിവസം കൃഷ്ണവിഗ്രഹത്തിൽ നിന്നും കാണാതായ അരപ്പട്ട ബാലൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയപ്പോൾ എല്ലാവരും അവനെ കള്ളൻ എന്ന മുദ്ര ചാർത്തി അപമാനിക്കുന്നു. ഇതിൽ മനനൊന്ന ബാലകൻ അരഞ്ഞാണപ്പട്ട കൊന്നമരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ കൊന്നമരം മഞ്ഞ പുഷ്പങ്ങൾ കൊണ്ട് പൂത്തുലയുന്നു. കൃഷ്ണൻ്റെ പൊന്നരഞ്ഞാണ മണികളാണ് കണിക്കുന്ന പൂക്കളായിട്ട് വിടർന്നു നിൽക്കുന്നത് എന്നാണ് ഐതിഹ്യം. അങ്ങനെ കൊന്നമരം ശാപമോചനം കിട്ടി കണിക്കൊന്ന മരമെന്ന് അറിയപ്പെടുന്നു. കൊന്നപ്പൂവും കൃഷ്ണവിഗ്രഹവും 5 തിരിയിട്ട നിലവിളക്കും ഓട്ടുരുളി നിറയെ നെല്ലും കണിവെള്ളരിയും കൈതച്ചക്ക, ചക്ക, മാങ്ങ, കദളിപ്പഴം ഉൾപ്പെടെ കാർഷിക വിളവും വെച്ച് സ്വർണം, പണം, ധാന്യങ്ങളും മുഖം കാണുവാനുള്ള കണ്ണാടി, ഗ്രന്ഥം, വസ്ത്രം അങ്ങനെ എല്ലാം കൃഷ്ണന് സമർപ്പിച്ച് കണി ഒരുക്കി വിഷു പുലർച്ചെ വരവേൽക്കാം. ശേഷം വിഷു കൈനീട്ടവും വാങ്ങി വിഷു സദ്യയും കഴിച്ച് നമുക്ക് നല്ലൊരു വിഷു ആഘോഷിക്കാം.